Good morning. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അത് അവന്റെ വിവേചനശേഷിയും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുമാണല്ലോ. നമുക്ക് ഓരോരുത്തർക്കും നാളെ ആരാകണമെന്നൊരു സ്വപ്നമുണ്ടാവും, അല്ലേ? അപ്പോ ഇന്ന് നമ്മൾ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് അർജുനിൽ നിന്ന് തുടങ്ങാം. എനിക്കൊരു എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം. എനിക്കൊരു പട്ടാളക്കാരനാവണമെന്നാണ്. എനിക്ക് ഫുട്ബോൾ കളിക്കാരനാവണം. എനിക്കൊരു ഡോക്ടറായ മതി മിസ്സേ. എനിക്കൊരു നഴ്സാവാൻ ആഗ്രഹം. ടീച്ചർ, എനിക്കൊരു ഗുസ്തിക്കാരിയായാൽ മതി. അന്ന് അവളുടെ കൈ കൊണ്ട് കിട്ടിയതിൻ്റെ ചൂട് ഇപ്പോഴും ഉണ്ട് മോനെ. പെണ്ണെന്ന് പെണ്ണെന്നെയാടാ. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഷാദിയുടെ ആഗ്രഹം ഇങ്ങനെ കളിയാക്കാണോ വേണ്ടത്? സ്ത്രീ എന്ന പേരിൽ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ശക്തിയുടെ പ്രതീകമായ ഇന്ദിരാഗാന്ധിയും ശാസ്ത്രരംഗത്ത് അഭിമാനമായ കൽപ്പന ചൗളയും ഇന്ത്യക്ക് നഷ്ടമാവില്ലായിരുന്നോ? എൻ്റെ സമൂഹം എന്നോട് ചെയ്തത് നിങ്ങളെങ്കിലും ഇനി ആവർത്തിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുവാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ആണും പെണ്ണും രണ്ടല്ല, ഒന്നാണെന്ന യാഥാർത്ഥ്യ ബോധം വേണം. ടീച്ചർ, ഞാൻ ഈ രാജ്യത്തിന്റെ കാവലാളായ പട്ടാളക്കാരി ആവാനാണ് ആഗ്രഹിക്കുന്നത്. ടീച്ചർ, എനിക്ക് നഴ്സാവാനല്ല, ഒരു പൈലറ്റ് ആവാനാണ് ആഗ്രഹം. ടീച്ചർ, എനിക്ക് മേരി കോമിനെ പോലെ ഒരു ഗുസ്തിക്കാരിയാകാനാണ് ആഗ്രഹം. ശരി, സിറ്റ് ഡൗൺ. ശരി എന്നാ. മരിച്ച പുരുഷനു വേണ്ടി പിറന്ന വീടും ജനിച്ച കുഞ്ഞിനു വേണ്ടി സൗന്ദര്യവും ത്യജിച്ച പെണ്ണ് മാറ്റി നിർത്തേണ്ടവളല്ല, കൂടെ നിർത്തേണ്ടവളാണ്. അവളുമായി പങ്കുവയ്ക്കുമ്പോൾ നിന്റെ അവകാശങ്ങളൊന്നും ഹനിക്കപ്പെടുന്നില്ല. പകരം നീ ഉന്നതനാവുകയാണ്. ലിംഗമല്ല പ്രാപ്തിയുടെ അളവുകോൽ, കഴിവിൻ്റെയും ആഗ്രഹത്തിൻ്റെയും ആഴമാണ്. ആണും പെണ്ണും സമമാണ്, സമാസമം.